ഞാൻ വിചാരിക്കുന്നത് 2018 അമിത്ഷാ കണ്ണൂർ പ്രസംഗിച്ച സമയത്ത് ഈ സർക്കാരിനെ വലിച്ച് താഴെയിടുമെന്ന് പറഞ്ഞ് നമ്മളാരും വലിച്ച് താഴെയിടുന്ന കണ്ടില്ലല്ലോ. 2018 എന്താണ് അന്ന് ശരണം വിളിച്ചുകൊണ്ട് തുടങ്ങുകയും ശരണം വിളിച്ചുകൊണ്ട് അവസാനിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. ശബരിമലയായിരുന്നു കത്തി നിന്നത്. BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ മതാടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ കൊണ്ടുപോവുകയും അത് വോട്ടായി ക്രോഡീകരിക്കുകയും അതിൽ കൂടെ വിജയിച്ച് കയറുകയും ചെയ്യുന്ന ശൈലിയാണ് BJPക്കുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 54% അല്ല 55% ഹിന്ദുക്കൾ കേരളത്തിലുണ്ടെങ്കിലും അതിൽ ബഹുഭൂരിപക്ഷ ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അല്ലെങ്കിൽ ഇടതുപക്ഷവുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അമിത്ഷായുടെ ഏറ്റവും ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യത്തെ ബുദ്ധി എന്ന് പറയുന്നത് SNDPനെ ഈഴവ സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് BDJS ഉണ്ടാക്കിയത്. അങ്ങനെയാണല്ലോ. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നായാടി മുതൽ നമ്പൂതിരി വരെ അല്ലേ, നമ്പൂതിരി വരെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുകയും അത് അധികാരത്തിൽ BJPയിൽ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിരുന്നു വെള്ളാപ്പള്ളി നടേശനെടുത്ത് കയ്യിൽ വെച്ചത്. ആ വെള്ളാപ്പള്ളി നടേശൻ്റെ എല്ലാ സംവിധാനങ്ങളും എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ ഫസ്റ്റത്തെ ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് വലിയ രീതിയിലുള്ള ബഹളം കാര്യമായിരുന്നു നടന്നത് 2016. ആ ബഹളങ്ങളിൽ മുൻപിൽ നിന്നത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു അല്ലേ. കുടത്തിൽ താമര വിരിയുന്നായിരുന്നു കേരളത്തിൽ പറഞ്ഞത്. കുടത്തിൽ താമര വിരിയും എന്നുള്ളത് എവിടെയെങ്കിലും വിരിഞ്ഞത് നമ്മൾ കണ്ടോ? ഒരു കുടത്തിലും താമര വിരിഞ്ഞില്ല എന്നുള്ളതാണ്.